ഹലോ നമസ്കാരം. മല്ലു ടെക്കീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഫെഡറൽ ബാങ്ക് KYC രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് അപ്ഡേഷൻ ചെയ്യാനുള്ള, നമുക്ക് ബാങ്കിൽ പോകാതെ തന്നെ ഓൺലൈനായിട്ട് അപ്ഡേഷൻ ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ KYC എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. KYC മീൻസ് നൗ യുവർ കസ്റ്റമർ. അതായത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചന, അഴിമതി, കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായം എന്നിവയിൽ നിന്ന് ധനകാര്യ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഭവമാണ് KYC. അപ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതിന് മുൻപ് നമുക്ക് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ഒന്ന് പാസ്ബുക്ക്, ഫെഡറൽ ബാങ്ക് പാസ്ബുക്ക്. ഫെഡറൽ ബാങ്കിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ പാസ്ബുക്ക്. അതുപോലെ തന്നെ ആ അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തേക്കുന്ന മൊബൈൽ നമ്പർ, അതായത് നമ്മൾ ബാങ്കിൽ കൊടുത്തേക്കുന്ന മൊബൈൽ നമ്പർ, ആ മൊബൈൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ID പ്രൂഫ് ഏതെങ്കിലും, ആധാറാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. നമ്മൾ ആധാർ മാത്രം മതിയാവും, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ വോട്ടർ ID ഇതിൽ ഏതിൻ്റെയെങ്കിലും നമ്മുടെ ഫ്രണ്ട് പേജ്, അതായത് നമ്പർ ഉൾപ്പെടുന്ന പേജ്, അതായത് നമ്മുടെ ആധാറിൻ്റെ നമ്പർ വെച്ചിട്ട് കൊടുത്തേക്കുന്നത് ആ ഫ്രണ്ട് പേജ് ഏതെങ്കിലും ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും അപ്ഡേഷൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മളൊന്ന് ഫോട്ടോ എടുത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കാനുള്ളത്, ഇത് അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് ഇടയ്ക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഞാൻ അതിനകത്തൊരു ലിങ്ക് കൊടുത്തേക്ക്. നമ്മളെ ഫോണിലെടുക്കുന്ന ഫോട്ടോയൊക്കെ മിക്കുള്ളത് ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ വെച്ചിട്ട് ID പ്രൂഫിൻ്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ 3 MB കൂടുതലുള്ള ഫോട്ടോയൊക്കെ ആയിരിക്കും വരുന്നത്. 3 MB അല്ലെങ്കിൽ 5 MB മേളിലോട്ടുള്ള ഫോട്ടോയൊക്കെ ആയിരിക്കും വരുന്നത്. നമുക്ക് ഇതിനകത്ത് അപ്ഡേഷൻ ചെയ്യാനുള്ള, അതായത് നമുക്കിത് അപ്ലോഡ് ചെയ്യാനുള്ള ഫയലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3 MB പറ്റുള്ളൂ. നമുക്ക് 3 MB മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ആയിരുന്നാലും PDF ഫയലായിരുന്നാലും നമുക്ക് അപ്ഡേഷൻ ചെയ്യാൻ കഴിയില്ല, നമുക്ക് അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോഴത്തേക്ക് അതിന് മുമ്പ് നിങ്ങൾ ഈ ഫോട്ടോ എടുത്തതിന് ശേഷം അതിനകത്ത് കംപ്രസ് ചെയ്യാനുള്ളൊരു ഞാൻ ഓപ്ഷൻ കാണിച്ചത് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്നത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഇത് കംപ്രസ് ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് പലർക്കും അറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ട് അത് കാണിച്ചു തന്നിട്ട് അതിന് ശേഷം നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ആ സൈറ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നോക്കുക. അതിൽ ഇമേജ് കംപ്രസർ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ കാണിച്ചു തരാം. ഇമേജ് കംപ്രസർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിതിന് മുമ്പ് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. കംപ്രസ് ടു MB ആൻഡ് KB എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് കാണാം, ഞാനൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഫസ്റ്റ് കിടക്കുന്ന ഒരു ആധാറിൻ്റെ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കംപ്രസ് ടാർഗറ്റ് സൈസ് എന്നുള്ളത് 2 എന്ന് കൊടുത്തു. ഞാൻ 2 MB എന്നാണ്. നിങ്ങൾക്ക് KB ആണെങ്കിൽ KBയുടെ ഇത് കൊടുക്കുക. എന്നിട്ട് ഞാൻ KB എന്നുള്ള സ്ഥലത്ത് MB എന്നായി കൊടുത്തു. അപ്പം നമുക്ക് ഇപ്പോൾ 3.5 MB ആണ് ഞാൻ ഓൾറെഡി ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്ന ഫയലിൻ്റെ സൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കംപ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉള്ള ഫയലിനെ ചെറുതാക്കിയാണ്. ഈ 2 MB നമുക്ക് എത്ര സൈസാണോ വേണ്ടത് അത്ര സൈസായിട്ട് നമ്മൾ കംപ്രസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പരസ്യം വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പരസ്യം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഷെയർ എന്നുള്ള ഓപ്ഷൻ ഒന്നും കൊടുക്കേണ്ട. നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓൾറെഡി ആയിട്ട് നമ്മുടെ ഡിവൈസിനകത്ത് സേവ് ആയിട്ടുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് തുറക്കുമ്പോഴത്തേക്ക് അവിടെ തന്നെ വരികയും ചെയ്യും. അപ്പോൾ ഇതങ്ങ് ക്ലോസ് ചെയ്തിട്ടങ്ങ് പോവുക. അപ്പോൾ ഇതങ്ങ് ക്ലോസ് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം, ഏതെങ്കിലും നിങ്ങൾ ഗൂഗിൾ ക്രോം സിസ്റ്റത്തിലാണ് കയറുന്നതെങ്കിൽ ഗൂഗിൾ ക്രോം എന്തായാലും നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഒത്തിരി പ്രൊട്ടക്ഷനായിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും KYC. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് KYC അപ്ഡേഷൻ ഫെഡറൽ ബാങ്ക് എന്നുള്ളൊരു ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഫെഡറൽ ബാങ്ക് ഒരുപക്ഷെ ലിങ്കിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ KYC അപ്ഡേഷൻ ഫെഡറൽ ബാങ്ക് എന്നുള്ളത് കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം കാണുന്ന ഈ ഫെഡറൽ ബാങ്കിൻ്റെ സൈറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴേക്ക് മേളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്ഡേറ്റ് KYC ഡീറ്റെയിൽസ് ഓൺ. നിങ്ങൾക്ക് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നൗ KYC സ്റ്റാറ്റസ് എന്ന് കിടക്കുന്ന ഓപ്ഷന് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പിന്നെ ക്യാപ്ച എന്ന് പറയുന്നത് താഴെ ZCQ7E നിങ്ങൾക്ക് കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അപ്ഡേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അപ്ഡേഷൻ ചെയ്തിട്ടില്ല എന്ന് അതിനകത്ത് കാണിക്കും. ഇപ്പോൾ ഞാൻ അത് നോക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് അപ്ഡേഷൻ മാത്രം നോക്കിയാൽ മതിയെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നൗ KYC സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ. ഇപ്പോൾ നമ്മളിവിടെ അപ്ഡേറ്റ് KYC ഡീറ്റെയിൽസ് ഓൺലൈൻ എന്നുള്ളത് കൊടുക്കുന്നത്. അതിനകത്ത് നമ്മുടെ അക്കൗണ്ട്, അതായത് നമ്മുടെ ഏതിനു വേണ്ടിയാണ് ചെയ്യാറുള്ള അവരുടെ അക്കൗണ്ട് നമ്പർ, ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ക്യാപ്ച എന്നുള്ള സ്ഥലത്ത് ഇവിടെ C7 എന്നൊക്കെ കിടക്കുന്നില്ല, അതിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. C7D ഒക്കെ ക്യാപിറ്റലാണ് കിടക്കുന്നത്, നിങ്ങൾ നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ തെറ്റും. പിന്നെ 6 കൊടുത്ത് അതിന് ശേഷം നമ്മൾ താഴെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കുക. സബ്മിറ്റ് ഉള്ള ബട്ടൺ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്ഡേറ്റ് യുവർ KYC ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഈ ക്യാപ്ച എന്നുള്ള സ്ഥലത്ത് ഇത് ഒരു കാരണവശാലും മറന്നു പോകരുത്, ശ്രദ്ധിക്കില്ല. അപ്പോഴത്തേക്ക് 8 6 വലിയ U ആണ്, 6 N. ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു, ആ ക്യാപ്ച അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ സെലക്റ്റിന് താഴെ ക്ലിക്ക് എന്നുള്ളൊരു കാണാൻ സാധിക്കും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഏതൊരു മൊബൈൽ നമ്പറാണ്, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ശബ്ദം, ഞാൻ തൊട്ടടുത്ത് തന്നെ ഫോൺ വെച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അതായത് നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തേക്കുന്ന ആ ഫോണിനകത്തോട്ടൊരു OTP വരും, മെസ്സേജ് OTP, ഇൻബോക്സിനകത്ത് ഒരു OTP വരും. ആ OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കും. ഇങ്ങനൊരു എൻ്റർപ്രൈസ് ആയിരിക്കും തെളിഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കസ്റ്റമർ ID, അഡ്രസ്സ്, സിറ്റി, സ്റ്റേറ്റ്, കേരള, പിൻകോഡ് എന്ന സ്ഥലത്ത് നമ്മൾ പിൻകോഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ഡോക്യുമെൻറ്റ് എന്നുള്ളൊരു ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. അഡ്രസ്സ്, സിറ്റി, പിൻകോഡ്, ഈ സ്ഥലത്താണ് പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അവരുടെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് കേരള, കൺട്രി കറക്റ്റാണ്, എന്നിട്ട് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആധാർ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂഫ് കൊടുക്കാനുള്ളതാണ്. ഐഡൻറ്റിറ്റി പ്രൂഫ് നമ്മൾ ഏതാണ് കൊടുക്കുന്നത് അത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ആധാർ കാർഡാണ് കൊടുക്കുന്നത്, ആധാർ കാർഡ് ക്ലിക്ക് ചെയ്ത് പിന്നെ അതിനുശേഷം ഐഡൻറ്റിറ്റി പ്രൂഫ് നമ്പർ എന്ന് പറയുന്ന സ്ഥലത്ത് ആധാറിൻ്റെ നമ്പറിന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 88. ടൈപ്പ് ചെയ്തതിന് ശേഷം അഡ്രസ് പ്രൂഫ് ടൈപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ആധാർ കാർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 എണ്ണം വയ്ക്കാറുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഒരെണ്ണം അതിൽ കൊടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 2 സെയിം ആയിട്ട് തന്നെ വയ്ക്കുന്നത്. അതിനുശേഷം നമ്മൾ ചൂസ് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ചൂസ് ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അതിനകത്ത് നമ്മൾ കംപ്രസ് ചെയ്തിട്ട് ഫയൽ നമുക്ക് കാണാൻ പറ്റും. 1.25 MB ആണ്. നേരത്തെ എടുക്കുന്നതിന് മുമ്പുള്ള ഫയലാണ് 3.72 MB. അപ്പോൾ നമ്മൾ 1 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആധാറിൻ്റെ ഫ്രണ്ട് ക്ലിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം പ്രീവിയസ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻഡിവിജ്വൽ, ഒക്യുപ്പേഷൻ എന്നുള്ളതിൽ നമ്മൾ ഒതർ എന്നുള്ള എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒതർ ഇതിലുള്ള ഏതെങ്കിലും ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇവർക്ക് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒതർ ഒന്ന് ക്ലിക്ക് ചെയ്ത്. റിലീജിയൻ അതിൽ ഹിന്ദു സെലക്ട് ചെയ്യുക. നിങ്ങൾ മുസ്ലിമാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കാറ്റഗറി എന്നുള്ളതിൽ അത് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മന്ത്ലി ഇൻകം എന്നുള്ളൊരു അത് തന്നെ കിടക്കട്ടെ. ഇൻകം സെലക്ട് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അണ്ടർ ഗ്രാജുവേറ്റഡ് ആണെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം പ്രീവിയസ് എന്നുള്ള സേവ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണുന്നത് യു ഹാവ് സക്സസ്ഫുള്ളി കൺഫേംഡ് യുവർ KYC ഡീറ്റെയിൽസ് ആൻഡ് സെയിം വിൽ ബി അപ്ഡേറ്റഡ് വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സ്. താങ്ക് യു. അതായത് 3 വർക്കിംഗ് ഡേയ്സിനകത്ത് നമ്മുടെ KYC ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് അപ്ഡേഷൻ ആകുമെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു.